നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് ഹേമ എഴുതി കൊടുത്ത പേപ്പർ വായിച്ചു കഴിഞ്ഞിട്ട് രേവതിയോട് കസ്റ്റമർ പറഞ്ഞു, ഇതെന്താ മാഡം ഇത്? കണ്ടില്ലേ, ഇവരാണെങ്കിലോ നിങ്ങൾ 1,20,000 രൂപയാണ് ഈ മണ്ഡപം ഡെക്കറേറ്റ് ചെയ്യാൻ പറഞ്ഞേ. നിങ്ങൾ കൊടുക്കുന്നതിന്റെ പകുതി പൈസയ്ക്ക് ഇവർ ചെയ്തു തരാന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങള് കൊള്ള ലാഭം ഉണ്ടാക്കാൻ നോക്കല്ലേന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, ഒരിക്കലും ഇല്ല സാറേ, ഞാൻ കൃത്യമായിട്ട് ഉള്ള പൈസയും കാര്യങ്ങളും പറഞ്ഞ്, ഞാൻ വിളിച്ചു ചോദിച്ചിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞ്. പിന്നെ ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഇവർക്ക് കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ ഈ ഫീൽഡിൽ. അപ്പൊ പിന്നെ ഇവര് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോന്ന് ചോദിച്ചു. അല്ല, ഞാൻ കൃത്യമായിട്ടുള്ള പൂക്കണക്കാ പറഞ്ഞ്. അല്ല, സംശയം ഉണ്ടെങ്കിൽ സാർ ആരോടെങ്കിലും വിളിച്ചു ചോദിച്ചോളാൻ പറഞ്ഞു. അത് കേട്ടപ്പം രമണി പറഞ്ഞു, ശരിയാണല്ലോ ഏട്ടാ, അങ്ങനെയാണെങ്കിൽ ഇനി ഇപ്പം ഡെക്കറേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ഹേമയോട് ചോദിച്ചു. അല്ല, നിങ്ങൾ ഈ പകുതി പൈസയ്ക്ക്, അതായത് രേവതി ചെയ്യുന്നതിന്റെ പകുതി പൈസയ്ക്ക് മണ്ഡപം ഡെക്കറേറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞു. അതൊട്ടും ഞങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ലോന്ന് ചോദിച്ചു. നിങ്ങൾ അതുപോലെ തന്നെയല്ലേ, ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെയല്ലേ ഡെക്കറേറ്റ് ചെയ്ത് തരുന്നേന്ന് ചോദിച്ചു. ഹേമോട് സാറേ, അത് അങ്ങനെ തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്ത് തരുന്നേ. പിന്നെ ലാഭത്തെക്കുറിച്ചും നഷ്ടത്തെക്കുറിച്ചും ഒക്കെ ഇവള് പറഞ്ഞല്ലോ. ഇനി ഞാനൊരു കാര്യം പറയാം. എനിക്ക് കുറെ വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ഇവള് തന്നെ പറഞ്ഞു. സമ്മതിച്ച കാര്യമാണല്ലോ. അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ വർഷങ്ങളായിട്ട് പൂ എടുക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടുന്ന് പൂ എടുത്ത് കഴിയുമ്പോ ഇവൾക്ക് 300 രൂപയ്ക്കാണ് ആ പൂ എടുക്കുന്നെങ്കിൽ എനിക്ക് 200 രൂപയ്ക്ക് കിട്ടും. അതുപോലെ ഓരോ കാര്യങ്ങളും. അപ്പൊ എനിക്ക് ലാഭമല്ലേ, നഷ്ടം വരാനും പോകുന്നില്ല. സാറിനൊക്കെ പകുതി പൈസക്ക് ചെയ്തു തരുന്നോണ്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോ രമണി പറഞ്ഞു, എന്നാ അതല്ലേ ചേട്ടാ നല്ലതെന്ന് ചോദിച്ചു. അത് ശരിയാ, പകുതി പൈസക്ക് കിട്ടും. 1,70,000 രൂപയല്ലേ 1,20,000 രൂപയല്ലേ പറഞ്ഞിരിക്കുന്നേ. അപ്പൊ 60,000 രൂപയ്ക്ക് സംഭവം ചെയ്ത് കിട്ടും. അവരുടെ ബഡ്ജറ്റ് 80,000 രൂപയായിരുന്നു. നമ്മൾ പറഞ്ഞ ബഡ്ജറ്റിനുള്ള തീരുവയും ചെയ്യും. രേവതി പറഞ്ഞു, നിങ്ങൾ വിളിച്ചോണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. നിങ്ങളുടെ ഐഡിയക്കുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞേ. ഞാൻ ഡെക്കറേറ്റ് ചെയ്ത മണ്ഡപമൊക്കെ നീക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട്, ഇനി നീക്ക് ഇഷ്ടപ്പെട്ടില്ല വേണ്ട, അത് വിട്ടേക്ക്. ഇനി എന്തേലും ഡെക്കറേഷനും കാര്യങ്ങളും ഉണ്ട് എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. രേവതിക്ക് അതിനകത്ത് എതിർപ്പും കാര്യങ്ങളും തോന്നില്ല. അവരവരുടെ ഇഷ്ടത്തിന്, അവരുടെ മകളുടെ കല്യാണം കുറഞ്ഞ പൈസ കിട്ടാലേ അവർ നോക്കുള്ളൂ. രേവതി പറഞ്ഞു, എന്നെ കൊണ്ട് ഇത്രയും തുകയ്ക്കേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീട് അവർ പറഞ്ഞു, ശരി എന്നാ ആയിക്കോട്ടെ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ രേവതി ഇറങ്ങിപ്പോന്നു. അങ്ങനെ അവരും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഹേമയുടെ സ്റ്റാഫ് വന്നിട്ട് ചോദിച്ചു, എന്താ മാഡം എന്തോ പരിപാടിയെ കാണിച്ചേ? ആ പെൺകുട്ടി പറഞ്ഞ് കൃത്യമായിട്ടുള്ള എമൗണ്ട് അല്ലേ, 1,20,000 രൂപയാവും. അവള് പറഞ്ഞു കേട്ടോ, അവൾ അതിനകത്ത് ലാഭം ഒന്നും നോക്കുന്നില്ലാന്ന്. കൃത്യ എമൗണ്ടാ പറഞ്ഞേ. അപ്പൊ നമ്മളെടുത്താൽ നമുക്ക് നഷ്ടമല്ലേ വരുന്നേ? എടാ, എങ്ങനെ നഷ്ടം വരാൻ പോകുന്ന നീ പറഞ്ഞേ? അല്ല, 60,000 രൂപയ്ക്ക് അത് ചെയ്തു കൊടുത്തിട്ട് നമുക്ക് എത്ര രൂപ നഷ്ടം വരും? നഷ്ടമൊന്നും വരാൻ പോകുന്നൊന്നുമില്ല. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. എന്ത്? കല്യാണത്തിന് ഒരു ദിവസം മാത്രം ബാക്കിയുള്ളപ്പോ ഞാൻ വിളിക്കും. വിളിച്ചിട്ട് പറയും, അതെ പൂവും കാര്യങ്ങളൊന്നും കിട്ടാനില്ല, ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിട്ടെ പൂക്കളൊക്കെ വരാനൊന്നുമില്ല, അതുകൊണ്ട് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല, പുറത്തുനിന്ന് വേണം പൂ കൊണ്ടുവരാനായിട്ട്. അപ്പൊ അതിന് കുറച്ച് പൈസ ചെലവാകും. ഒരു 1,50,000 രൂപ ഉണ്ടെങ്കിലോ മണ്ഡപം ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കൃത്യ മുഹൂർത്തത്തിൽ ആരുടെയും വേറെ ആരുടെയും പറഞ്ഞ് അവര് ചെയ്തു കൊടുക്കത്തില്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആ 1,50,000 രൂപയ്ക്ക് ഇതങ്ങോട്ട് സെറ്റപ്പ് ചെയ്ത് കൊടുക്കും. ശരിയാ, മാഡം ബുദ്ധിമുട്ട് തന്നെയാ. കാരണം 1,20,000 ബാക്കി മാഡത്തെ ലാഭമല്ലേ? അതെ, ഒരു 2,00,000 രൂപയ്ക്ക് സാധാരണ ഞാൻ പറയാറില്ലേ. പിന്നെ ഇവിടെ 1,50,000 ആക്കിയെന്നുള്ളൂ. ഇനിയിപ്പൊ ഞാൻ എത്ര രൂപ പറഞ്ഞാലും അവര് ചെയ്തു തരും. അവർക്ക് ചെയ്യിക്കാതിരിക്കാൻ പറ്റില്ല. മോളുടെ കല്യാണം അല്ലേ, അവസാന നിമിഷത്തിൽ പറഞ്ഞ് ആരെങ്കിലും ചെയ്തു കൊടുക്കുമെന്ന് ചോദിച്ചു. അത് ശരിയാ, മാഡത്തിന് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുമെന്ന് പറഞ്ഞു. ഇത്ര നല്ല ബുദ്ധി ഉണ്ടായിരുന്നു എനിക്ക് ഇപ്പോഴാ മനസ്സിലാന്നേ. എടോ, ഈ ഫീൽഡ് കുറച്ച് ബുദ്ധിയൊക്കെ വേണം നമുക്ക്. അല്ലെങ്കിൽ തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്കേ. ഈ പൂക്കട നടത്തുവാണെങ്കിലും അല്ല വല്ല ഹോട്ടലൊക്കെ നടത്തുവാണെങ്കിലും സ്ഥിരം കസ്റ്റമേഴ്സ് വരും. അവർക്ക് വരാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഈ മണ്ഡപമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വന്ന ഒരാൾ പിന്നെ വരണമെങ്കിൽ ഒരു 2-3 വർഷങ്ങളും കഴിയും. അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിലല്ലേ അവര് വിളിക്കത്തുള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ അത്ര ഗവനിക്കേണ്ട കാര്യമില്ല. ഓ ശരിയാ, അത് ശരിയായിട്ടുള്ള കാര്യമാണല്ലോ. ഇതാ പറഞ്ഞ ബുദ്ധി വേണമെന്ന് പറഞ്ഞ്. നീ പിന്നെ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? ഈ ഹേമ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിലേ അതെന്റെ ബുദ്ധി ഉപയോഗിച്ചാന്ന് പറഞ്ഞു. ആ സമയം സങ്കടത്തോട് കൂട്ടി രേവതി താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോ ആ മണ്ഡപമൊക്കെ അടിച്ചു വരുന്ന ചേച്ചി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ മോളെ, ഓർഡർ കിട്ടിയെന്ന് ചോദിച്ചു. ഇല്ല ചേച്ചിന്ന് പറഞ്ഞു. അതാ ഹേമ തട്ടിയെടുത്ത് കാണല്ലേ, അവളുടെ സ്ഥിരം പരിപാടി ഇതെന്ന് പറഞ്ഞു. സ്ഥിരം പരിപാടിയാ? അതേന്നേ. ഇവിടെ വരുന്ന ആരെങ്കിലും വേറെ ആരെങ്കിലും ഈ ഓർഡർ പിടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അവൾ ഈ ഓർഡർ മേടിച്ചെടുക്കാൻ നോക്കും. അവൾ പത്രമൊക്കെ സ്ഥിരമായിട്ട് വായിച്ച് അതിനകത്ത് ഓരോ പേജും അടയാളപ്പെടുത്തി വെക്കും. അതെന്തിനാ? അത് വേറൊന്നുമല്ല, ഏതെങ്കിലും വീട്ടിൽ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ചെറിയ പെൺകുട്ടികൾ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവൾ എന്ത് ചെയ്യും?
ആ വീട് എങ്ങനെയല്ലേ ഓസ് തട്ടിയെടുക്കാൻ നോക്കും. കാരണം അവിടെ താമസിച്ച കൊള്ളത്തില്ല. അവിടുത്തെ പ്രശ്നം കാരണമാണ് കുട്ടി മരിച്ചു പോയെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ടോ അവൾ ആ വീട് ചുളുവിൽ അടിച്ചെടുക്കും. അടിച്ചെടുത്തിട്ട് അതിന്റെ ഇരട്ടി ലാഭത്തിന് ഒരു 5-8 മാസം കഴിയുമ്പോൾ വീടൊക്കെ ഒന്ന് പെയിന്റ് അടിച്ച് അതും കൂടെ കൊടുക്കും. അതൊക്കെ അവളുടെ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞു. മോളെ നീ ഒന്ന് സൂക്ഷിച്ചോ, അവളെ ഒന്ന് സൂക്ഷിച്ചോ, ഈ ഫീൽഡിൽ നീ ഇറങ്ങിയിരിക്കുമല്ലേ എന്നൊക്കെ രേവതിക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട്. രേവതി പറഞ്ഞു അത് കുഴപ്പമില്ല ചേച്ചി, ഞാൻ നോക്കിക്കൊള്ളാന്നും പറഞ്ഞുകൊണ്ടാണ് രേവതി പോരുന്നത്. പിന്നീട് വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും കിടക്കാൻ സമയമായി കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി എന്ത് ചെയ്തു, അലമാരിക്കകത്തുനിന്ന് കുറെ സാരി എല്ലാം കൂടെ ബെഡിലേക്ക് എടുത്ത് നിരത്തുവാണ്. രവീന്ദ്രനോട് പറഞ്ഞു, രവിയേട്ടാ ഇതിനകത്തൊന്ന് സാരി സെലക്ട് ചെയ്ത് തരാൻ പറഞ്ഞു. എന്തിന്? അല്ല നാളെ ഞാൻ പോകുമ്പോൾ ഉടുക്കാനായിട്ടെ. പോകുമ്പോ ഏതേലും നീ പറഞ്ഞ ഉടുക്ക്. അങ്ങനെയല്ല രവിയേട്ടാ, ഏത് ഉടുക്കണമെന്ന് എനിക്ക് കൺഫ്യൂഷനാ. രവിയേട്ടന് ഇഷ്ടമുള്ള ഏതെങ്കിലും പറ, നാളെ ഉടുത്തോട്ട് പോകാനായിട്ട്. പിന്നെ നാളത്തെ ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉടുക്കാനുള്ളത് അതൊക്കെ എനിക്ക് സെലക്ട് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. ഓ ബെസ്റ്റ് എന്റെ പൊന്നു ചന്ദ്ര, എന്റെ ജീവിതത്തിൽ ഞാനൊന്നും ഇതുപോലെ സെലക്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഓ അപ്പൊ എന്നെ നിങ്ങൾ കെട്ടിയതോ? സെലക്ട് ചെയ്യാതെയാണോന്ന് ചോദിച്ചു. ഓ അത് പിന്നെ വീട്ടുകാർ പറഞ്ഞു, അപ്പൊ ഞാൻ കെട്ടി. ഓഹോ അപ്പൊ അത്രയ്ക്കുള്ളില്ലേ എന്നോട് സ്നേഹം? അത് പിന്നെ ഉള്ള സത്യം എപ്പോഴാണെങ്കിലും തുറന്നു പറയണല്ലോ. കല്യാണം കഴിഞ്ഞ മക്കളുടെ കല്യാണം കഴിഞ്ഞ് അവർക്കും കുട്ടികളുണ്ടായറായി. അപ്പോഴെങ്കിലും ഉള്ള സത്യാവസ്ഥ തുറന്നു പറയേണ്ടതെന്ന് ചോദിച്ചു. എനിക്കറിയാം നിങ്ങൾക്ക് എന്നോട് ഇത്രയൊക്കെ സ്നേഹമുള്ളെന്ന്. നിങ്ങളോട് ചോദിച്ച എന്നെ വേണം പിടിച്ചിട്ട് അടിക്കാനായിട്ട്. എടി നിനക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ പോരെ? ഒരു 2 നോക്കി എടുത്തിട്ട് ഇതിലേതാ വേണ്ടതെന്ന് ചോദിച്ചാൽ പറയാം. ഇത് അലമാരിക്കകത്തുള്ള 10-30 സാരി എടുത്തിട്ടിട്ട് ഇതിനകത്ത് ഏത് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെ സെലക്ട് ചെയ്യാനായിട്ടാ? അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെടുവാണ്. ഈ സമയത്ത് ശ്രുതി പറഞ്ഞു, ശ്രുതി നിനക്ക് എത്ര ജോഡി വേണം? 2 ജോഡി എടുത്ത് വെച്ചാൽ പോരെന്ന് ചോദിച്ചു. അത് മതി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, 2 ജോഡിയും കൂടെ എക്സ്ട്രാ വെച്ചേക്കാം. അതെന്തിനാ? അല്ല ഇനി അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിലോ, അതുകൊണ്ട് 2 ജോഡിയുടെ എക്സ്ട്രാ വെച്ചേക്കാന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞു, എന്നാ ശരി കുഴപ്പമില്ല. അല്ല ഇതിപ്പോ ഞാൻ എടുത്തൊക്കെ നിനക്ക് ഇഷ്ടപ്പെടുവോ? നിനക്ക് വേറെ ഏതെങ്കിലും മാറ്റണമെങ്കിൽ മാറ്റിക്കോന്ന് പറഞ്ഞു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശ്രുതി, നീ എടുത്തല്ലേ, നിന്റെ ചോയ്സ് എന്തായാലും കറക്റ്റ് ആയിരിക്കും, നിന്റെ സെലക്ഷൻ ഒട്ടും മോശമാകത്തില്ല എന്ന് പറഞ്ഞു. എന്റെ ജീവിതത്തിൽ ഞാൻ നിന്നെ സെലക്ട് ചെയ്താ ഞാൻ ഏറ്റവും വലിയ കാര്യം ചെയ്തതെന്ന് ശ്രുതിയെ പുകഴ്ത്തി പറയണം. അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, അതെ ശരിക്കും പറഞ്ഞാൽ നിന്നെ ഞാനല്ലേ സെലക്ട് ചെയ്തേന്ന് ചോദിച്ചു. ആണോ? പിന്നല്ലാതെ ഞാനാ സെലക്ട് ചെയ്തേ. നിനക്കറിയാവുന്ന കാര്യമല്ലേ. എനിക്ക് തോന്നി എന്റെ ജീവിതത്തിൽ നീ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതം കൂടുതൽ ഉയരത്തിലേക്ക് എത്തുന്ന, അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രുതിയെ കയ്യെ പിടിച്ച് ബെഡിലേക്ക് ഇരുത്തുകയാണ്. പിന്നീട് ചേർത്ത് പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ശ്രുതി ഭയങ്കര സന്തോഷത്തിലിരിക്കുക. അങ്ങനെ 2 പേരും കെട്ടിപ്പിടിച്ചിരിക്കുന്ന സമയത്ത് കഥകം തള്ളി തുറന്ന് ചന്ദ്രമതി അങ്ങോട്ടേക്ക് ചെല്ലുന്നേ. ചന്ദ്രമതി ചെന്ന് കഴിഞ്ഞപ്പോൾ 2 പേരും പെട്ടെന്ന് എഴുന്നേറ്റ് മാറുകയാണ്. ചന്ദ്രമതി എന്നിട്ട് ശ്രുതിയുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു, മോളെ നീ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. എന്താമ്മേ? ഒരു കാര്യമുണ്ട്. അപ്പോഴേക്ക് ശ്രുതിയുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ശ്രുതി ഇപ്പൊ നീ പോകണ്ടാന്ന് പറഞ്ഞു. എടാ കയ്യെന്ന് വിടറാ, ഞാൻ അവളെ ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചാന്ന് പറഞ്ഞു. എന്ത് കാര്യം? അതൊക്കെ ഉണ്ട് അമ്മ, പ്ലീസ് അമ്മ ഒന്ന് മിണ്ടായിട്ടിട അവിടെ എന്ന് പറഞ്ഞു. ശ്രുതിയോട് പറഞ്ഞു കയ്യെന്ന് വിടാൻ പറഞ്ഞു. ഒടുവിൽ ശ്രുതി വിട്ടുകൊടുത്തു. നല്ലൊരു റൊമാൻറ്റിക് മൂടി വന്ന അത് അമ്മ ഒന്ന് നശിപ്പിച്ചു എന്നൊരു ചിന്തയായിരുന്നു ശ്രുതിയുടെ മനസ്സിലുണ്ടായിരുന്നേ. ഈ സമയത്ത് ചന്ദ്രമതി ശ്രുതിയെ വിളിച്ചോണ്ട് മുറിയിലേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, മോളെ കണ്ടോ ഇത്ര സാരി എടുത്തിട്ടുണ്ട്, എനിക്ക് ഏത് സാരി ഉടുക്കണമെന്ന് കൺഫ്യൂഷനാ. നാളെ ഉടുത്തോണ്ട് പോകേണ്ടത്, അവിടെ ചെന്ന് ഉടുക്കേണ്ട സാരി മോളൊന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ഓ ഇത്ര ഉള്ള ആന്റി, ഇപ്പൊ തന്നെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയിട്ട് ഒരു കളർ എടുക്കുകയാണ്. നോക്ക്, ഓറഞ്ച് കളർ ആന്റിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അല്ലേ, ആന്റിക്ക് നന്നായിട്ട് ചേരുമെന്ന് പറഞ്ഞു. കണ്ടോ എന്റെ മനസ്സിൽ ഈ സാരി തന്നെയായിരുന്നു. അതാണ് നമ്മുടെ 2 പേരുടെ മനസ്സ്, നമ്മുടെ 2 പേരുടെ മനസ്സിന്റെ പ്രത്യേകത. കണ്ടോ രവിയേട്ടാ, എത്ര പെട്ടെന്ന് എന്റെ മരുമോൾ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്ത് തന്നേന്ന് നോക്കിയേ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു, ശരി സമ്മതിച്ചു. അല്ല ശ്രുതി നീ ശ്രുതിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് വെച്ചായിരുന്നോന്ന് ചോദിച്ചു. വെച്ചാ നീയല്ലേ സെലക്ട് ചെയ്ത് വെച്ച? അതെ. ചന്ദ്രേ കണ്ടോ ഇത്ര വർഷമായി, 10-40 വർഷമായി, ഇന്ന് വരെ നീ എനിക്ക് വേണ്ടി എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് വെക്കാറുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് ഇപ്പൊ അവള് വലിയ വീമ്പോർത്താരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എടി കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഭർത്താവിന്റെ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കേണ്ട ആരാ? ഭാര്യ. ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട കളറും ഷർട്ടും ഒക്കെയാ ഭർത്താവിന് വേണ്ടി സെലക്ട് ചെയ്തെടുത്ത് വെക്കുന്നത്, അറിയാലോ. അല്ലെങ്കിൽ ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ അനുസരിച്ച് അയാൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വേണം സെലക്ട് ചെയ്ത് വെക്കാൻ. അതെങ്ങനെയാ? നിനക്ക് ഇതിനൊക്കെ വല്ല സമയമുണ്ടോന്ന് ചോദിച്ചു. ചന്ദ്രമതി പറഞ്ഞു, അതിന് രവിയേടനോട് ചോദിച്ചു എന്നെ വേണം പിടിച്ചിട്ട് അടിക്കാനായിട്ട്. എന്റെ മോളെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, ഒരു സാരി സെലക്ട് ചെയ്യാൻ പറഞ്ഞാ ഇത്രയൊക്കെ പറയണേന്ന് പറഞ്ഞു. ആ സമയത്ത് വർഷ ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് വെച്ചു. എന്നിട്ട് ശ്രീകാന്തിനോട് ചോദിച്ചു, ശ്രീകാന്തെ ഇത് മതിയോന്ന് ചോദിച്ചു. എന്ത് ഒരു ജോഡി പോരേന്ന് ചോദിച്ചു.
അല്ല ഒരു ജോഡിയായിട്ട് അതെ അവിടെ പോയിട്ടുണ്ടെന്ന് നിൽക്കുമെന്ന് പോലും അറിയത്തില്ല. എനിക്ക് ഡബ്ബിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു എനിക്കും ഉണ്ട്. എനിക്ക് ലീവ് എടുക്കാൻ പറ്റില്ല. എങ്കിൽ പിന്നെ ഒരു ജോഡി മതി. അല്ല ഒരു ജോഡിയും കൂടി ഇരിക്കട്ടെ. ഓ അതിന്റെ ആവശ്യമുണ്ടോ എന്ന് വർഷ ചോദിച്ചു. ഒരു കാര്യം ചെയ്യാം, ഞാൻ രേവതി ചേച്ചിയോട് പോയി ചോദിച്ചു നോക്കാന്ന് പറഞ്ഞു. അതെ രേവതി ചേച്ചി കിടന്ന് ഉറങ്ങിക്കണം. ഇല്ലാന്നേ ഇപ്പോഴൊന്നും രേവതി ചേച്ചി കിടന്ന് ഉറങ്ങില്ല എന്ന് പറഞ്ഞു. ഒടുവില് ശ്രീകാന്തിനെയും കൂട്ടി വർഷ ഹാളിലേക്ക് വരുമ്പത്തേനും രേവതി ഇടുന്ന പൂമാല കിട്ടുക. ചേച്ചി എന്താ ഇപ്പൊ ഇരുന്ന് മാല കിട്ടുന്നതെന്ന് ചോദിച്ചു. അതെ നാളെ ഒരു ഓർഡർ വന്നിട്ടുണ്ട്, പെട്ടെന്ന് വന്ന് ഓർഡറാ, അത് കെട്ടണ്ടേ, അല്ലാതെ ഈ സമയത്ത് നമ്മുടെ ജോലി നമ്മൾ ചെയ്യണ്ടേ. അപ്പൊ ചേച്ചി കൊണ്ടുപോകാനാണോ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചോ? എടുത്തു വെച്ച് 2 ജോഡി. അല്ല അപ്പൊ ഞാൻ ഒരു ജോഡി എടുത്തു വെച്ചുള്ളൂ. അതെന്താ? പിന്നെ പെട്ടെന്ന് പോയി ചിലപ്പോൾ തിരിച്ചു വരേണ്ട വന്നാലേ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മോശമല്ലേ. പക്ഷെ അവരെന്ത് വിചാരിക്കും, നമുക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടെന്നല്ലേ. അതുകൊണ്ട് അത് വേണ്ട, ഒരു ജോഡിയും കൂടി എടുത്ത് വെക്ക്, 2 ദിവസം നിന്നിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ശ്രീകാന്ത് പറഞ്ഞു ഞാനത് ഇവളോട് പറഞ്ഞ ഇവിടെ സമ്മതിക്കാതിരുന്നാന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് ചന്ദ്രമതി ശ്രുതിയും കൂടെ അങ്ങോട്ട് വരുന്നത്. ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചു നീ ഇപ്പോഴും പൂ കെട്ടുവാണെന്ന് ചോദിച്ചു. അതമ്മേ ഒരു ഓർഡർ വന്നായിരുന്നു ഇപ്പോഴും. എടി നാളെ രാവിലെ കൃത്യസമയത്ത് ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞല്ലോ, അന്ന് നിന്റെ തലയിലേക്ക് കയറിയില്ലായിരുന്നോ? ഇനിയിപ്പം നാളെ രാവിലെ താമസിക്കാനായിട്ടായിരിക്കും നിനക്കില്ലേ പൂവും കൊണ്ടേ കൊടുത്ത് ഒരു ദിവസം നിനക്ക് ലീവ് ഇട്ടാൽ എന്തായിരുന്നു പ്രശ്നം? അതമ്മേ പെട്ടെന്ന് വന്നതല്ലേ, ഇതെന്റെ ജോലിയല്ലേ, അപ്പൊ ചെയ്യാതിരിക്കാൻ പറ്റില്ല. പിറ്റേന്ന് അത് ചിലപ്പോൾ ഓർഡർ കിട്ടിയില്ല എന്ന് വരും. ഓ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കിട്ടുന്ന ജോലിയല്ലേ, പല 10-30 രൂപയ്ക്ക് വേണ്ടിയിട്ട് അവള് മാല കെട്ടിക്കൊണ്ടിരിക്കണു. അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു എത്രയാണെങ്കിലും എനിക്ക് എന്റെ ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അമ്മ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ കൃത്യസമയത്ത് വന്നോളാന്ന് പറഞ്ഞു. അല്ല നിങ്ങൾ രാവിലെ പോയിക്കോ, ഞാൻ സച്ചേണ്ണും കൂടെ പൊന്നാല വന്നേക്കാന്ന് പറഞ്ഞു. എന്താണെങ്കിലും ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ട് പോയി. അപ്പോഴേക്കും വർഷ ചോദിച്ചു അല്ല ചേച്ചി കൃത്യസമയത്ത് വരത്തില്ലേ? ഞാൻ സച്ചേണ്ണും കൂടെ ഈ പൂകൊണ്ട കൊടുത്തിട്ടെ അങ്ങോട്ടേക്ക് വന്നേക്കാന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി രേവതിയുടെ അടുത്തേക്ക് വന്നു. രേവതിയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു അല്ല കെട്ടിക്കഴിഞ്ഞില്ല എന്ന് ചോദിച്ചു. ഇപ്പൊ തന്നെ തീരെ സച്ചേട്ടാന്ന് പറഞ്ഞു. അമ്മ ഇത് കെട്ടുന്നതിന്റെ പേര് വന്ന് കുറെ ചീത്ത പറഞ്ഞു. സാരില്ല നീ അന്നും മൈൻഡ് ആക്കണ്ടെന്ന് പറഞ്ഞു. അതെ നാളെ പോകുമ്പോ ഈ പൂമാല കൊടുത്തിട്ട് വേണം പോവാനായിട്ട്. അതിനെന്താ നമുക്കിത് കൊടുത്തിട്ട് പോയാൽ മതി, ഇപ്പൊ അങ്ങോട്ടേക്ക് ഓടിച്ചെന്നിട്ടും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ, ഇച്ചിരി താമസം എന്നോർത്തൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇന്നൊരു കാര്യം ഉണ്ടായിരുന്നു സച്ചേട്ട. എന്താ? പിന്നീട് മണ്ഡപത്തിലേക്ക് പോയതും അവിടെ വെച്ചുണ്ടായ ഹേമയുമായിട്ടുള്ള സംഘർഷത്തെക്കുറിച്ചൊക്കെ പറയണം. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേന് സച്ചു പറഞ്ഞു എല്ലാ ഫീൽഡിലും ഇങ്ങനെയുണ്ട്, കുത്തിത്തിരിപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഓരോരുത്തരും ഓർഡർ പിടിച്ചെടുക്കാനായിട്ട് മത്സരമായിരിക്കും. ഇപ്പം എന്റെ കാര്യം തന്നെ ഓർത്തു വെക്ക്, എൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് ഒരു റെഗുലർ കസ്റ്റമർ ഉണ്ടെന്ന് വെച്ചോ. ഒരു റെഗുലർ കസ്റ്റമർ ഉണ്ടെങ്കിൽ അവര് എപ്പോഴും എന്നെ ഓട്ടം വിളിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് അവർ ഓട്ടം പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ പിന്നെ എനിക്ക് ദേഷ്യം വരും, അതിന്റെ പേര് പ്രശ്നങ്ങളുണ്ടാവും, അത് സ്വാഭാവികമാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു അതെ അവിടെ അടിച്ചു വരാൻ വരുന്ന ചേച്ചി പറഞ്ഞ ആ സ്ത്രീ അത്ര ശരിയല്ലെന്ന് പറഞ്ഞ് നോക്കാം എന്നൊക്കെ ഇങ്ങനെ സച്ചിയും പറയുന്നുണ്ട്. പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി ശ്രുതിയും വർഷ ശ്രീകാന്തും എല്ലാവരും കൂടെ വീട് ഹിൽ ടോപ്പിലുള്ള ആ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ സച്ചി രേവതി അവരോടൊപ്പം ഇല്ലായിരുന്നു, അവര് പിന്നാലെ വരുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടെ ചെന്ന് വീട് കണ്ടിപ്പോ ചന്ദ്രമതി ചോദിച്ചു മോളെ ഇതാണോ നമ്മുടെ വീടെന്ന് ചോദിച്ചു. അതേമേ ഇത് തന്നെയാന്ന് പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ, ഇത് സ്വർഗം പോലെ ഒരു വീടാണല്ലോ എന്ന് പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞു സ്വർഗം പോലെയുള്ള വീടോ? അല്ല ഞാൻ പറഞ്ഞേ എത്ര വലിയ വീടാന്ന് നോക്കിയേ, ഇത്ര വലിയ വീട്ടില് എന്റെ മോനെന്ന് പറഞ്ഞോണ്ട് സുധിയെ കെട്ടിപ്പിടിക്കുകയാണ്. എങ്ങനെയുണ്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? പിന്നെ ഇഷ്ടപ്പെട്ടോന്നോ? എടാ ഇത്ര വലിയ വീടിന് മുറ്റത്ത് കയറാന്ന് പറഞ്ഞൊരു ഭാഗ്യം തന്നെയല്ലേ, ആ സമയത്തല്ലേ എന്റെ മോനിത് വാങ്ങിയെന്ന് പറഞ്ഞു. വാ കയറി വാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ വിശ്വനാഥനും ഭാര്യ ഇറങ്ങി വന്നു. അമ്മ ഇതാണ് വിശ്വനാഥൻ സാറ്, ഇത് ഭാര്യ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെ നമസ്കാരമൊക്കെ പറഞ്ഞു. വിശ്വനാഥൻ ചോദിച്ചു വീടൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. പിന്നെ ഇഷ്ടപ്പെട്ടോന്നോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഇപ്പോഴെനിക്കൊരു സന്തോഷമായെന്ന് പറഞ്ഞു. ആ സമയത്ത് വിശ്വനാഥൻ പറഞ്ഞു എന്താണെങ്കിലും നിങ്ങളുടെ മോന് ഭാഗ്യം ചെയ്തവനാ, അല്ലെങ്കിലും ഇങ്ങനെയുള്ള കുട്ടികൾ വേണം, മാതാപിതാക്കൾക്ക് അഭിമാനിക്കാലോ. ഇത്ര ചെറിയ പ്രായത്തിലെ ബിസിനസ് ഒക്കെ ചെയ്ത് കോടീശ്വരനാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ലെന്ന് പറഞ്ഞു. സുധി ആ പുകഴത്തിൽ അങ്ങോട്ട് വീണു. സുധി അങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. രവീന്ദ്രനും കൂടുതലൊന്നും മിണ്ടാൻ പോയില്ല. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു അല്ലേലും എന്റെ മോൻ മിടുക്കനാ, അവന് എത്ര ഡിഗ്രി ഉണ്ടെന്ന് അറിയാവോ? വിശ്വനാഥൻ അത് കേട്ടപ്പോൾ ചിരി വന്നു. പക്ഷെ വിശ്വനാഥൻ ചിരി അടക്കി പിടിച്ചു. ഇത്ര ഡിഗ്രി ഒക്കെ ഉണ്ടായിട്ട് ഇവന്റെ തലയ്ക്ക് താമസം ഇല്ലെന്നുള്ള കാര്യം വിശ്വനാഥന് നേരത്തെ മനസ്സിലായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇത്ര പെട്ടെന്ന് പറ്റിക്കാനായിട്ട് പറ്റുന്നേ. അപ്പോഴേക്കും വിശ്വനാഥന്റെ ഭാര്യ പറഞ്ഞു എന്നാ ഇനി മുഹൂർത്തം കളയണ്ട, സമയത്തിന് മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കാന്ന് പറഞ്ഞു. സുധി പറഞ്ഞു പണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, എന്നാൽ എഗ്രിമെന്റിൽ ഒന്ന് സൈൻ ചെയ്തേക്കാൻ പറഞ്ഞു. വിശ്വനാഥന്റെ കള്ള എഗ്രിമെന്റ് ഒക്കെ കൊടുത്തു. സുധി അത്തെ സൈൻ ചെയ്തു. പിന്നെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ്. കള്ള ഡോക്യുമെന്റ്സാണ് ഉണ്ടാക്കിയത്. അതെല്ലാം കാണിച്ചു. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ സുധിക്ക് സന്തോഷമായി.
മതി എന്ന് പറഞ്ഞു. കാരണം ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യണമെങ്കിൽ ഇല്ല ഡോക്യുമെന്റ്സിന്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പൊ അതൊക്കെ വാങ്ങിച്ചു. പിന്നീട് പൈസ കൈമാറുവാണ്. അങ്ങനെ പൈസ കൈമാറുന്ന സമയത്ത് ചന്ദ്രമതി ഭയങ്കര സന്തോഷത്തോട് നോക്കുകയാണ്. ബാഗിനകത്തുനിന്ന് നോട്ടുകെട്ടുകൾ ഇങ്ങനെ ഇറക്കി വെക്കുമ്പോൾ ചന്ദ്രമതി ഭയങ്കര അഭിമാനത്തോടു കൂടി നിൽക്കുകയാണ്. ഈ സമയം വിശ്വനാഥനൊക്കെ ആണെങ്കിലോ ഇവർക്ക് ടെട്ടിന്റെ പണിയാണല്ലോ കൊടുത്തേന്ന് ഓർത്ത് ഇങ്ങനെ നോക്കി നിൽക്കുക. ഈ പൈസയും കൊണ്ട് മുങ്ങണം. 25 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ ആദ്യം കൊടുത്തായിരുന്നു, ഇപ്പൊ കൊടുക്കുന്ന 25 ലക്ഷമാണ്. ഇതും കൊണ്ട് മുങ്ങാം. അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോന്നെ. ഇനി എന്താണെന്ന് നല്ല ഇടിവെട്ട് പണിയാ കിട്ടാൻ പോന്നെ. കഴിഞ്ഞ നെക്സ്റ്റ് വീക്ക് പ്രമോയ്ക്കകത്ത് നമ്മളിത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട്, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.